ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഉണ്ണികൾക്കൊക്കെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ റാഹത്തായി പോകണു. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ സുഡാപ്പി കാലത്ത് തന്നെ എണീറ്റ് വന്നു. പാത്തോസ് എണീനും ബോഡി വന്ന് എൻ്റെ വണ്ടിയിൽ കയറിയിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഞാൻ ചായക്ക് കടിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ അടുക്കളയിൽ പൈപ്പ് വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു സമാധാനമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കഴുകുമ്പോൾ ഭയങ്കര പാടുള്ള കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാലത്തേക്ക് ഞാനിത് മുട്ടപ്പം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ. മൈദപ്പൊടി കഴിഞ്ഞു, അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഗോതമ്പ് പൊടിയും കൂടി കലക്കി ഞാൻ മുട്ടപ്പത്തിന് റെഡിയാക്കണം. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കലക്കി വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ വേഗം പണികളൊക്കെ ഒന്ന് തീർക്കണം. പാത്തൂസിന് ഞാൻ ഉടുപ്പിനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തയ്ച്ചെടുക്കണം എന്നുണ്ട്. കുറേ ദിവസമായിട്ട് വെട്ടി വെച്ചിട്ട് മടിയുണ്ട്, പിന്നെ സമയം കിട്ടാറുമില്ല ഒക്കെ കൂടി. അപ്പം അങ്ങനെ ഇന്ന് വേഗം പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെള്ളയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ദോശക്കല്ലിൽ കിട്ടണേ ഇല്ല. അപ്പോൾ ഞാൻ മുട്ടപ്പം സാധാരണ ഇതിലാണ് തയ്യാറാക്കാറ് കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് ഒരെണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെക്കാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും സബോളയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചുടലും നടക്കും, ഇതും നടക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ വേഗം പണികളും കഴിയും. സാധാരണ ഞാൻ തലേദിവസം റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. പക്ഷെ ഇന്ന് നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഉറങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ മടിയും ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ അങ്ങനെ ബാക്കിയായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം മുട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ചിക്കനിലൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ ഉണ്ണികൾ. അപ്പോൾ പിന്നെ അങ്ങനെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാത്തൂന് 2-3 ദിവസമായി പറയുന്നു കേട്ടോ, നാളെ വരാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 ദേഷ്യം വരുന്നുണ്ട്. അവർ വരും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും അവർ വരികയെന്ന്. അപ്പം അങ്ങനെ 2-3 ദിവസം ഇപ്പോൾ പോയൊക്കെ ആയ കാരണം മുടക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അന്നൊക്കെ പോയതിന് വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും വരാൻ പറ്റിയില്ല. പിന്നെ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു, ഞായറാഴ്ചയും വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നു പറഞ്ഞാൽ മേടിച്ചതാണ്. പിന്നെ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മായി എന്നും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. ഇനിയിപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇനിയിപ്പോൾ അവർ വരുന്ന വെച്ച് ചിക്കൻ മേടിച്ചു, ബിരിയാണി അരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ണികൾക്ക് ആക്കി കൊടുക്കുക. അവരെന്തായാലും ഇനിയിപ്പോൾ ഈ ആഴ്ച അവരൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ആകുമ്പോൾ ഉമ്മയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിക്കനിൽ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ചിക്കൻ മസാല, പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഒക്കെ കൂടി ഉപ്പ് ഒക്കെ കൂടിയിട്ടൊന്ന് മസാലയൊക്കെ പുരട്ടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഇനി മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണ നേരം കൊണ്ട് ഉണ്ണികൾക്ക് ഭക്ഷണം കൊടുക്കുക, എനിക്കും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ കറി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ മുട്ടപ്പം കറിയും കൂടി കഴിക്കുകയാണ്. പിന്നെ പാത്തൂസിന് വേഗം വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പാത്തൂസ് സമ്മതിക്കില്ല, അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇന്നലെ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം അതിന് ശേഷം ഞാൻ ചിക്കനൊന്ന് വറക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ അത് വറുത്ത് കറി വെച്ചതിന് ശേഷം പോയി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പണികളെടുക്കാമല്ലോ വിചാരിച്ചു. ബാക്കിനിപ്പോൾ ചോറ് വയ്ക്കാൻ മാത്രമേ ഉള്ളൂ പണി. ബിരിയാണി വെക്കണ കാരണം കൊണ്ട് വേറെ കൂട്ടാനോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ സർലാസും കൂടി ആക്കിയാൽ മതി. അപ്പം അങ്ങനെ എണ്ണ ഒഴിച്ച് വേപ്പിലയൊക്കെ ഇട്ട് ചിക്കൻ വറക്കാൻ വയ്ക്കുകയാണ്. നിങ്ങളിങ്ങനെ ചിക്കൻ വറക്കുമ്പോൾ തൈര് ചേർക്കാറുണ്ടോ? തൈര് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ കോൺഫ്ലവറൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കിട്ടും കേട്ടോ ചിക്കൻ. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തത് മാത്രമാകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ ഞാൻ കറി വയ്ക്കാനായപ്പോൾ കുറച്ച് കോൺഫ്ലവർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും വേഗം സബോളയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ കറി വേഗം വയ്ക്കാം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. പകുതി വേവായിട്ടാണ് ചിക്കൻ എടുക്കുന്നത്, നല്ല വേവിച്ചെടുക്കണില്ല. ചിക്കൻ കുറച്ചൊരു പകുതി വേവായിട്ട് എടുക്കണേ. അപ്പോൾ അതിന് ശേഷം സബോളയൊക്കെ ഒന്ന് കുക്കറിൽ വാട്ടിയെടുത്ത്
പിന്നെ തക്കാളി ഇതൊക്കെ ഒന്ന് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കുക്കറിൽ കേട്ടോ. എല്ലാം വഴറ്റിയതിന് ശേഷം ഈ വറുത്ത ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് മുകളിൽ മാത്രം കുറച്ചൊന്ന് ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് പോയി പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു വിസിലടിച്ചെടുക്കുക. അപ്പോൾ പകുതി വേവായിട്ടുണ്ടല്ലോ, അപ്പോൾ ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വെറുതെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് വേപ്പിൻ്റെ ഇലയും മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ കറിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചാറോട് കൂടി വെച്ചത് എന്താ വെച്ചാൽ ബിരിയാണി ആണെങ്കിൽ അവന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ സ്കൂളുണ്ട്, അപ്പോൾ നാളെ സ്കൂളിലേക്ക് എനിക്ക് കൊണ്ടുപോകണം. എല്ലാ കുട്ടികളും ബിരിയാണിയും ഒക്കെ കൊണ്ടുവരാറുണ്ട്, ഞാൻ മാത്രമാണ് കൊണ്ടുപോകാത്തതിന്. അപ്പം അങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് ചാറായിട്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുമല്ലേ, അപ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ണികൾക്ക് കൊടുത്തു, ഞാനും കുടിച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ ചോറിനുള്ളത് അടുപ്പത്ത് വയ്ക്കാനായിട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചു അരിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ കാണിക്കണില്ല എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്നൊന്നും. ഇപ്പം എല്ലാവർക്കും അറിയണമല്ലോ ബിരിയാണി വയ്ക്കപ്പോൾ അറിയാത്ത ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ സർലാസിനുള്ളതൊക്കെ തൈരും പച്ചമുളകും സബോളയൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ളി വാട്ടി വെച്ചിട്ടുണ്ട്, സബോള കേട്ടോ. പിന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, മല്ലിയില റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം ബിരിയാണിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ വേറെ ആരുമില്ല കേട്ടോ, ഞങ്ങൾ ഉണ്ണികൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇനിയിപ്പോൾ അവർ വരുന്ന വെച്ചിട്ട് റെഡിയാക്കാന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. ഇനിയിപ്പോൾ അവർ വരുന്നില്ല വെച്ച് ഉണ്ണികൾക്ക് വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.